വളരെ ഭക്തിസാന്ദ്രമായ വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഇപ്പോൾ ഉള്ളത്. കാരണം ഞാനിപ്പോൾ ഉള്ളത് രാമജന്മഭൂമിയിലാണ്, വളരെ പുണ്യ നഗരമായ അയോധ്യയിലാണ്. ഇവിടേക്ക് പ്രശാന്തിന്റെ ക്യാമറയിൽ കൂടിയുള്ള ദൃശ്യങ്ങൾ കാണാം. ഭക്തലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. മറ്റൊന്നുമല്ല, ധ്വജാരോഹണമെന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ അയോധ്യ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് അയോധ്യ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു ക്ഷേത്ര നിർമ്മാണമാണ് ഇവിടെ നടന്നത്. ഈ ക്ഷേത്രത്തിന്റെ പണി 2020 ആരംഭിച്ചു. അതിനുശേഷം 2024 ഇതുമായി ബന്ധപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. രാമലല്ലയുടെ വിഗ്രഹമൊക്കെ സ്ഥാപിച്ചു. ഇവിടെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 വർഷത്തിനകത്ത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമാകും എന്നുള്ളത്. കാരണം വലിയ ക്ഷേത്രമാണ്, വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമായുണ്ട്, മകുടമടക്കം സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തിയാവാൻ അല്പം സമയമെടുക്കും. പക്ഷെ അപ്പോഴും 70 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വലിയ ഒരു ഭാഗം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് തുറന്നു കൊടുത്തത് എന്ന് ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ 3 നിലകളും പൂർത്തിയായി കഴിഞ്ഞു, മകുടം സ്ഥാപിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകത്തിന് ദിവസമായ മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച നടക്കുന്ന ധ്വജാരോഹണമാണ്. അത് നടത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട അതിഗംഭീരമായ ക്രമീകരണങ്ങളാണ് ഭവ്യ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന്, നമുക്ക് ഇതിന്റെ കണക്കൊക്കെ പരിശോധിച്ചാൽ അത്ഭുതകരമായ കണക്കാണ്. ഏതാണ്ട് 60 കോടി തീർത്ഥാടകർ ഇതിനകം തന്നെ ഈ അയോധ്യ നഗരിയിൽ വന്നു മടങ്ങി ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായി തന്നെ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു കണക്കായി കൂടി മാറുന്നുണ്ട്. അത്ര അധികം തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ്. ഇപ്പോൾ ഈ സായാഹ്നത്തിലും ഇപ്പോൾ ഇരുട്ട് വീഴുന്നു, നല്ല കാലാവസ്ഥയാണ്. അവിടെയും ഭക്തർ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ട്, ഞങ്ങളിപ്പോൾ കണ്ടവരിൽ പലരും മലയാളികളായ കോഴിക്കോട്ടുകാരും പാലക്കാട്ടുകാരുമായൊക്കെയുള്ള അനവധി ആളുകളെ ഞങ്ങൾ കാണുകയും അവരോട് സംസാരിക്കുകയും മറ്റും ചെയ്തു. അവരുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഈ അയോധ്യയിലെത്തി ഇവിടുത്തെ ഇത്രയും പ്രത്യേകതയുള്ള ക്ഷേത്രം ഒന്ന് കാണുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളിലും മറ്റുമായി എത്തിയ മലയാളികളടക്കമുള്ളവരെ നമുക്ക് കാണാം. നവംബർ 25-നാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്, ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത്. ചടങ്ങ് കുറ്റമറ്റതാക്കാൻ എഞ്ചിനീയർമാരും പൂജാക്രമം നിർവഹിക്കുന്ന സംഘങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിഹേഴ്സൽ ക്യാമ്പുകളും മറ്റും നടത്തുന്നുണ്ട്. ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഉയർത്തുക.